ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MZ Pro IT. അപ്പോൾ സംബന്ധിച്ചൊരു ഹൊറർ മൂവിനായിട്ട് മൈൻക്രാഫ്റ്റിലാണ്. ഹൊറർ മൂവിൻ്റെ പേരൊന്നുമല്ല, പ്ലേമേറ്റാണ്. എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് കളിച്ചവർക്കൊക്കെ അറിയാം ആ പ്ലേമേറ്റിനെ. അപ്പോൾ അവർ ഹൈഡ് ആൻഡ് സീക്കാണ് അതിന് മെയിൻ. അതായത് ഹൊറർ മൂവ് കളിച്ചെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇല്ല. അതുകൊണ്ട് നല്ല പേടിയാണ് എനിക്ക്. അതുകൊണ്ടൊക്കെ നല്ല പേടിയുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട്. ഫസ്റ്റ് ഹൊറർ മൂവിൻ്റെ ഇതാണ്. ഗണ്ണിടാന്ന് വിചാരിച്ചു, പക്ഷെ ഗണ്ണിടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒക്കത്ത് ഗണ്ണ് ചെയ്യാതെ ഗുണാക്കിയൊക്കെ പോകാൻ പറ്റുമോന്നാവോ. പ്ലേ ടൈം എപ്പോഴാണ് വരില്ലെന്ന് അറിയില്ല. ഇസ്ലിമിൽ രാത്രിയും വരും, രാവിലെ വരും. ഐ ഡോണ്ട് നോ ബ്രോ. അപ്പോൾ നമുക്കിനി കുറച്ച് വുഡ്സ് കളക്ട് ആക്കാം. സ്റ്റിക്സ് ഉണ്ടാക്കണം. സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വുഡിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോൺ നമുക്ക് മൈൻ ചെയ്യാം. ഇത്ര ന്യൂ റെസിപ്പി അൺലോക്കഡ്. ഇത് സീരിയസ് ഒന്നും അല്ല കേട്ടോ. ഇത് ഒറ്റ പാർട്ട് ഉണ്ടാവുള്ളൂ. ഓൺലി വൺ പാർട്ട്. ഇതൊറ്റ പാർട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്യും. അടുത്ത ഗെയിം എന്താണെന്ന് കമൻറ്റിൽ എന്താണ്. അപ്പോൾ സ്റ്റോൺ ഒരു 20 മിനിമം നമ്മൾ ഒപ്പിക്കണം. ദാറ്റ് ഈസ് ടാർഗറ്റ്. അതൊന്നുമല്ല ടാർഗറ്റ്. ഇതിൽ ഡയമണ്ട് അതൊന്നുമല്ല ടാർഗറ്റ്. ഇതിൽ പ്ലേമേറ്റിനെ കുറേ വർഷം കാണാം, കുറേ വർഷം ബീറ്റ് ചെയ്യുക. എത്ര പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നൊക്കെ അല്ല, ഈ വീഡിയോയിൽ ഒരു 3, 4, 5, 6 പ്രാവശ്യമൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പ്ലേമേറ്റ് ഇഷ്ടമുള്ളപ്പം വരും. അപ്പോൾ നമുക്കിനി ക്രാഫ്റ്റിൻ്റെ ആൾ പോയിട്ട് നമുക്ക് സ്റ്റോൺ ഐറ്റംസ് കണ്ട. ടെക്നോബ്ലേഡ് നെവർ ഡൈസ്, നോട്ട് ഈവൻ ക്ലോസ് ഫേവർ. ടെക്നോബ്ലേഡ് നെവർ ഡൈസ്. എന്താ പിന്നെ ഡയലോഗ് പറഞ്ഞു. ഇപ്പോൾ ഗായ്സ് നമ്മൾ സോഡ്, 2 ആക്സ്, 2 പിക്കാക്സ്, ഒരു ഷവൽ, അത്ര മതി. നമ്മൾ ഈ ഒരു പാർട്ടിന് ഇതൊക്കെ മതി. അപ്പോൾ നമുക്കിനി അടുത്ത് എടുക്കാം. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോണിൻ്റെ ഐറ്റംസ് നമുക്ക് ഇതിലിടാം. നമുക്കിപ്പോൾ സ്റ്റോണിൻ്റെ ഐറ്റംസാണ് നിർബന്ധം. പിന്നെ വേറെ ഐറ്റംസ് ഒന്നും നിർബന്ധമില്ല. അപ്പോൾ നമുക്കിനി നമുക്കിനി മന്തിയിട്ട് അപ്പുറത്തെ ഐലാൻഡ് പോകാം. നേരത്തെ ചാട്ടത്തിൽ കടലാണ്. അപ്പോൾ ഫാൾ ഡാമേജ് ഒന്നും എടുക്കില്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യുക, ആ ഷീപ്പ് ആവശ്യമുണ്ടാവും. ബെഡ് ആവശ്യമുണ്ടാവില്ല, ബെഡ് ആവശ്യമുണ്ടാവും. അപ്പം ഇനി കുണാക്കേക്കൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കുണാക്കേക്കൊന്നും കാണണം. പക്ഷെ അതിനുള്ള ഒരു പവറിന് ഈ സ്റ്റോൺ ഐറ്റംസ് ഒന്നും അത്ര പവർ ഉണ്ടാവില്ല. അപ്പം ഇനി സ്പീഡ് നടത്തണമായി, സ്പീഡിൽ പോകണം. ഒരു ഷേപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ആ സെക്കൻഡ് ഷീപ്പില്ല, അടുത്ത ഷീപ്പോടെ വെച്ചിട്ടുണ്ട്. ഒന്നപ്പോൾ ഷീപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേറ്റം പോകണം. അതുകൊണ്ട് വേണ്ട. ഷോൾട്ട് വേഗം പൊളിച്ച് മേലെ കയറാം. എനിക്കൊരു ബാങ്ക് കണ്ടുപിടിക്കണം. ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കണ്ടുപിടിക്കണം. അതാണ് ഇതൊക്കെ ഗോൾ. അപ്പോൾ ഇതൊക്കെ പൊളിച്ചാൽ പിന്നെ നമുക്ക് മേലെ കയറിയൊക്കെ വല്ല പ്ലേമേറ്റ് കളിച്ചാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാകാൻ നോക്കാം. എല്ലാം നമുക്ക് ചാടാം. മേലെ ആരും പറന്നോണ്ട് വരും. പറന്നോണ്ട് ചോദിച്ചു, മോനെ നമുക്ക് പ്ലേമേറ്റിനൊപ്പം കളിച്ചാൽ എൻ്റെ പ്ലേമേറ്റിനൊപ്പം കളിച്ചണ്ടേന്ന് ചോദിച്ചു. ആണ് 2 മേലെടുക്കാം. ഇപ്പോൾ പറഞ്ഞ് പിന്നെ ഈ ഐലാൻഡിൽ പോയാലെങ്കിലോ ഒരു പ്ലെയിനായ ഒരു വരുമോ. മറ്റേത് പ്ലേമേറ്റ് എന്തായാലും വരും. ഒരു പ്രാവശ്യമെങ്കിലും വരും. 3-4 പ്രാവശ്യം വന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും. സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം പോവാം. നീന്തിയിട്ടും പോണില്ല. അപ്പോൾ ഗൈസ് ഒരു ഷീപ്പും കൂടെ ഇവിടെ ഉണ്ട്. ആ ഷീപ്പിനും കൂടെ ഉണ്ട്. തല്ലി കൊല്ലാം.
അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ ആകെ ഇതിൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് കുറേ ഇട്ടുന്നു. പിന്നെ ഒരു ഗണ്ണിൻ്റെ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഷീപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഷീപ്പിനെ കളക്റ്റ് ആക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിതുവരെയായിട്ട് എൻ്റെ പ്ലേമേറ്റിനെ കണ്ടിട്ട് ഹാർട്ട് പകുതിയായി. ഇതേ തിന്നട്ടെ. ഇതായിട്ട് പ്ലേമേറ്റ് കണ്ടില്ല ഡൈസ്. അത് മോശമായി. കുറച്ച് കോളുണ്ട്. എൻ്റെ കോളയും കളക്റ്റ് ആക്കാം. രാത്രിയാകുമ്പോൾ കണ്ണ് കണ്ടില്ല എന്ന് പ്രതീക്ഷിക്കണ്ട. 2 കോള് 3 കോൾ കളക്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ മേലേക്ക് വലിഞ്ഞ് കയറണം. അതാണ് ടാസ്ക്. അതാരാള് കറുപ്പ് മനുഷ്യന്. അപ്പോൾ നമ്മൾ പ്ലേമേറ്റിനെ കണ്ടിട്ടുണ്ട്. പ്ലേമേറ്റാണ് വേറെ അങ്ങനത്തെ മോബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ പ്ലേമേറ്റിനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹൈഡിങ്. അപ്പോൾ നമ്മൾ പ്ലേമേറ്റിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഹൈഡ് വേഗം ഹൈഡ് ചെയ്യണം ഗൈസ്. ഹൈഡ് ചെയ്തിട്ടുണ്ട്. പിടിച്ചാൻ പറ്റൂല. ഹൈഡ് ചെയ്തിട്ടുണ്ട്. ടോർച്ചനാണ് കണ്ണാണി കേട്ടോ. ടോർച്ചനാക്കളെ കണ്ണാണി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഒരു വർഷം നമ്മൾ പ്ലേമേറ്റിനെ കണ്ടിട്ടുണ്ട്. പ്ലേമേറ്റ് കറുപ്പ് മനുഷ്യനാണ്. കറുപ്പ് ബ്രോ. ഇനി നമുക്ക് വിളിച്ച് പോയാ പേടിയാണ്. മാത്രം ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എന്താ എങ്ങനെയൊന്നും അറിയില്ല. നമുക്ക് പൊളിച്ച താഴത്തെ കുറച്ച് ബ്ലോക്ക് കളക്ട് ആക്കിയിട്ട് മേലെ കയറാൻ. നമുക്ക് മേലേക്ക് വലിഞ്ഞ് കയറണം. വലിഞ്ഞ് നമുക്കൊന്ന് കയറി കഴിയണം. ഇനി നമുക്ക് ബ്ലോക്ക് ഒട്ടിക്കാം. അത് ഈ ടോർച്ച് ഒട്ടിച്ചോട്ടെ. പ്ലേമേറ്റ് ഉണ്ടാവുന്നാൽ മതിയാനെ. ഉണ്ടാവുന്നാൽ മതിയാനെ. ഞാനും പോയിട്ടുണ്ട്. ഇറങ്ങണ്ട. അപ്പോൾ നമ്മളിന്ന് ഈ കുണാക്കേവിലും എക്സ്പ്ലോറിങ്. ആരും കാണില്ല. ഇറങ്ങണ ഒരു ധൈര്യം ചെയ്യാം. ഇല്ല നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്ലേമേറ്റ് പോയില്ലേ? പ്ലേമേറ്റ് പോയിട്ടാ ഹൈഡേൻ പറഞ്ഞു. 2 സെക്കൻഡ് കൂടുമ്പോൾ ഹൈഡേൻ പറയുന്നുണ്ടല്ലോ. ഓ മൈ ഗാഡ്. 2 സെക്കൻഡ് കൂടുമ്പോൾ ഹൈഡേൻ പറഞ്ഞത്. ഓ മൈ ഗാഡ്. താഴത്തേക്ക് മൈൻ ചെയ്തൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഇതെന്നാണാവോ ടോസ് വിളിച്ച് പ്ലേമേറ്റ് ഒന്നുകൂടെ ഹൈഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്രാവശ്യം അത് ഹൈഡ് ചെയ്യാൻ പഠിച്ചോനാ. നമുക്ക് വിളിച്ചാൽ ഒരു വലിഞ്ഞ് കയറാം. നമ്മൾ കുണാക്കിയ പിന്നെയും ഹൈഡ് ചെയ്യണ. പിന്നെയും ഹൈഡ് ചെയ്യാൻ പറഞ്ഞോ. പോടോ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പെട്ടിട്ടുണ്ട് കഴിച്ച്. ഇപ്പോൾ നമ്മൾ ഗെയിം അപ്പോൾ ഓ മൈ ഗാഡ് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ പിടിച്ചാൽ വേണ്ടേ. നമ്മൾ ഹൈഡ് ചെയ്യാൻ വന്ന് കഴിച്ച് പറ്റുള്ള സമയം സ്കെൽറ്റന്മാരൊക്കെ ഉണ്ട്. നമ്മൾ ഹൈഡ് ചെയ്യാൻ വന്ന് കഴിച്ച്. ഓ മൈ ഗാഡ്. ഇപ്പോൾ നമ്മൾ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്. പ്ലേമേറ്റ് ഓ മൈ ഗാഡ്. അപ്പോൾ പ്ലേമേറ്റിൽ നമ്മൾ ചത്തിടുന്നുണ്ട്. സില്ലി ചേസാ. ഓ മൈ ഗാഡ്. നമ്മളിപ്പോൾ ചത്തിട്ടുണ്ട്. എന്ത് ചെയ്യും? സ്പൂണാവാ ആരെന്ത് ചെയ്യും? പ്ലേമേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ടഫാണ് ഗൈസ്. ഞാൻ ഹോർമോബിന് ഫസ്റ്റ് കഴിക്കുന്ന ഭയങ്കര ടഫുണ്ട്. നല്ല ടഫ്. ഹോർമോബ് ഓ മൈ ഗാഡ്. പ്ലേമേറ്റ് സ്റ്റോൺ ആവോ. സ്റ്റോൺ വിളിച്ചു. അപ്പോൾ ഗൈസ് നല്ല കളി, നല്ല ഹോർമോബ് ചേട്ട വന്നു. അപ്പോൾ വീഡിയോ എൻ്റെ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.